യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവസാന ശ്രമം എന്ന രീതിയിലാ ഞാനും ഇവളും കൂടി സുശീലയുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. അവരെ ഞങ്ങളെ തല്ലിയില്ലെന്നേ ഉള്ളൂ, അതിനപ്പുറം നാണം കെടുത്തിയെ വിട്ടത്. എങ്ങനെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അവരങ്ങനെയൊക്കെ തന്നെ പെരുമാറുമെന്ന് സച്ചിയേട്ടന് നന്നായിട്ട് അറിയാം. മഞ്ചാടി എങ്ങാനും ഗോകുലേട്ടൻ കല്യാണം കഴിച്ചാലേ അനുചേച്ചി അവര് കൊല്ലാക്കൊല ചെയ്യൂന്ന് ഉറപ്പാ. അത് അനന്തം മാഷിന് അറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇതിന് സമ്മതിക്കാത്തത്. എന്നാലും വീട്ടിൽ കയറി ചെന്നൊരു സഹായം ചോദിക്കുമ്പോ അതിനൊരു പരിഗണന തരാനുള്ള മനസ്സലിവ് പോലും ആ സ്ത്രീക്കില്ലല്ലോ. അതാ വല്ലാത്ത കഷ്ടം. അവരിൽ നിന്നേ അത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതിയമ്മേ. ഇനി ഈ കല്യാണം ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പായി. നീ അത് മറന്നേക്ക് മോനെ. അവളെ നീ മനസ്സിന്ന് കളയണം. സ്വയം ഇങ്ങനെ നേറി ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് നീ മനസ്സിലാക്കണം. നിങ്ങളോട് പോയതാ? സുശീലയുടെ വീട്ടിൽ പോയ കാര്യം സച്ചിയേട്ടൻ അറിഞ്ഞു കാണൂ. ഞങ്ങൾ അമ്പലത്തിൽ പോയതാ. അതെ, ഗോകുലിന്റെ പേരില് കുറച്ച് വഴിപാട് നടത്താനുണ്ടായിരുന്നു. അവൻ കാര്യങ്ങൾ അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ വഴിപാട് നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അങ്ങനെ ഒരു നേർവഴിക്കുള്ള ചിന്ത ഈശ്വരൻ അവന് ഉണ്ടാക്കി കൊടുക്കട്ടെ. ഓ, കരയല്ലേ? നീ എന്താ മലക്ക് പോകാൻ വേണ്ടി മാലിട്ടിരിക്കുവാണോ? വിനയേട്ടന്റെ ഒരു തമാശ. ഇതെന്താ ഒരുങ്ങിയിട്ടൊക്കെ? അതൊക്കെ ഉണ്ട്. അച്ഛൻ അമ്മയുടെ അടുത്ത് ആയുർവേദ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നീ വിളിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. വിനയേട്ടൻ വാ. മക്കളെ, ദേ നിങ്ങളുടെ അച്ഛൻ വന്നല്ലോ. ഇന്ന് നമുക്ക് 4 പേർക്കും കൂടെ അടിച്ചു പൊളിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാട്ടോ. ഹോസ്പിറ്റലിൽ പോകാനോ? അതെ. നീ ഇത്രയും നാളും അച്ഛന്റെ കൂടെ അല്ലേ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്? ഇന്നത്തെ എത്ര പ്രത്യേകത? അച്ഛൻ അമ്മയുടെ അടുത്ത് പോയിരിക്കല്ലേ. അതിന് അത് മാത്രല്ല, ഞാൻ വിനേട്ടനോട് പറയാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാ വിനേട്ടനത് ഫീൽ ചെയ്താലോ. പിന്നെ ഞാൻ പോയിട്ട് വന്നു കഴിയുമ്പോ വെറുതെ എന്നെ വഴക്ക് പറയും. നീ എന്തിനാ എന്റെ മക്കളെയും കൊണ്ട് എന്നോട് ചോദിക്കാതെ ഹോസ്പിറ്റലിൽ പോയേന്നൊക്കെ ചോദിക്കില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചോദിക്കൂല. നീ വെറുതെ എന്ന് കോലം കേട്ടാതെ നിന്റെ കാര്യം നോക്കി ചേരും. എനിക്ക് എന്റെ വിനേട്ടന്റെയും മക്കളുടെയും കാര്യമല്ലാതെ വേറെ എന്താ നോക്കാനുള്ളത്? വെറുതെ നിന്ന് സമയം കളയാതെ ഒരു മോളെ എടുക്ക വിനേട്ടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ? ചുമ്മാ കളിക്കില്ലേ വിനേട്ടാ? ഇതൊക്കെ വിനേട്ടന്റെ വെറുതെ ഉള്ള ജാടയല്ലേ? എനിക്കറിയില്ല എന്റെ വിനേട്ടന്.
എന്നോടും കുഞ്ഞുങ്ങളോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടല്ലേ ഞാൻ വിളിച്ച ഉടനെ വിനേട്ടൻ ഓടി വന്ന് അല്ലേ അല്ലേ അല്ലെങ്കിൽ പറ അല്ലെങ്കിൽ പിന്നെ വിനേട്ടൻ എന്തിനാ വന്ന്? അല്ല ശരി, ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പോയിട്ട് ഓട്ടോ പിടിച്ചിട്ട് വരാം. എന്തുവാടേ കഷ്ടം. ശബരി ഒന്നും തോന്നുന്നു. ആ അച്ഛാ, എനിക്ക് നാളെ കണ്ണൂര് വരെ ഒന്ന് പോണം. എന്തിനാ മോനെ, ബിസിനസിന്റെ ആവശ്യത്തിനാണോ? അതെ, കുറച്ചുനാൾ മുൻപ് കണ്ണൂർ ഒരു ഷോപ്പ് നടത്തിയിരുന്ന ആള് നമ്മുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിയിട്ട് അത് തരാതെ ഷോപ്പ് മറ്റൊരാൾക്ക് വിറ്റിട്ട് ദുബായിക്ക് പോയി. ഓ, അന്ന് ഞാൻ അയാളെ തിരക്കി കണ്ണൂർ ഷോപ്പിൽ ചെന്നപ്പോഴാ അത് മറ്റൊരാൾക്ക് വിറ്റ കാര്യം തന്നെ അറിയുന്നത്. ഓഹോ. ആ കടയുടെ പുതിയ ഓണറോട് നമുക്ക് പണം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ദുബായിൽ പോയ ആള് കോണ്ടാക്ട് ചെയ്യാനൊന്ന് ശ്രമിച്ചെങ്കിലും അത് നടന്നുമില്ല. ഇപ്പൊ അയാൾ എന്തോ ആവശ്യത്തിന് നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇപ്പൊ നേരിട്ട് ചെന്ന് സംസാരിച്ചിട്ട് വേണം പണം തിരിച്ചു വാങ്ങാൻ. നീ ഒറ്റയ്ക്കാണോ ശബരി പോകുന്നത്? ആ അതെ. എന്നാ പിന്നെ ധനനെയോ അശോകനെയോ കൂട്ടിക്കൊണ്ട് പോക്കൂടായിരുന്നോ? ആ എന്തിന്? ഇവരെ കൊണ്ടുപോയിട്ട് എന്താ പ്രയോജനം? പിന്നെ ഞാൻ ഇവരെ നോക്കി നടക്കണം, വെറുതെ അധിക ചെലവും. അതെന്താ ശബരി നീ അങ്ങനെ പറഞ്ഞത്? കാശ് തരാതെ മുങ്ങിയവന്റെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോയ കാര്യം നടക്കില്ല. അതിനെ തന്റെ ഉള്ള ഒരു കൂടെ വേണം. ആ അതുകൊണ്ട് തന്നെയാ നിങ്ങൾ വരണ്ടാന്ന് ഞാൻ പറഞ്ഞത്. രഘുവേട്ടൻ കൂടെ വന്നിരുന്നെങ്കിൽ പ്രയോജനം ഉണ്ടായിരുന്നേനെ. പക്ഷെ ഈ സമയത്ത് രഘുവേട്ടൻ വന്ന ദയക്ക് അവിടെ പെട്ടെന്ന് ആശുപത്രിയിലെങ്ങാനും പോണ്ടി വന്ന അവിടെ ആരും ഇല്ലാതാവും. അതുകൊണ്ട് രഘുവേട്ടനെ കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഒറ്റയ്ക്ക് ചെന്നാൽ അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുമെന്ന് ആലോചിച്ചിട്ട് ഒരാശങ്ക. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അച്ഛാ. ആ കടയുടെ പുതിയ ഓണറൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ. ദുബായിന്ന് യൂസഫൊക്കെ തിരിച്ചു വരുന്ന കാര്യം എന്നെ അറിയിച്ചത് തന്നെ പുതിയ ഓണറാ. ശബരി, ഏതായാലും നീ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കേ ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ച് പോയിട്ട് വന്നാലോ? ആ അത് ശരി. കിട്ടാനുള്ള കാശിനേക്കാളും കൂടുതൽ ചെലവാക്കാനുള്ള പ്ലാനാണല്ലേ? നീ പറഞ്ഞതാണ് ശരി. എന്നാ പിന്നെ നീ തന്നെ പോയിട്ട് വന്നാ മതി. നീ പോകുന്ന കാര്യം ദയോട് പറഞ്ഞോ? ഇല്ല, ഞാനിന്ന് രഘുവേട്ടന്റെ വീട്ടിൽ പോയിട്ട് പുലർച്ചെ അവിടെ നിന്ന് കണ്ണൂർക്ക് പോവാനാ കരുതിയിരിക്കുന്നത്. അപ്പൊ ദയോട് പറഞ്ഞോളാം. ഞാനിതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാലേ എല്ലാം കൂടി ഒറ്റയ്ക്ക് വിഴുങ്ങാവുന്ന ഓരോരുത്തരുടെയും വിചാരം. കുറച്ചു ദിവസം ഈ വീട്ടിലൊരു സ്വസ്ഥതയുണ്ടായിരുന്നു. ഓ, പോയ വയ്യാവേലിയിലൊക്കെ വലിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്നപ്പം ഇതൊക്കെ പ്രതീക്ഷിക്കണമായിരുന്നു. വന്നു വന്ന് സ്വന്തം സഹോദരയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ മകന്റെ കാല് പിടിച്ച് ചെയ്യിക്കേണ്ട അവസ്ഥയായി. ഓ, തലയുടെ മന്ത്രത്തിന്റെ ഒക്കെ ഒരു ശക്തിയേ. സോനെ, ഞാൻ കടയിൽ പോയിട്ട് വരാം. ശരി അമ്മേ. എന്ത് ദൈവമേ. അമ്മയും മോളും ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണല്ലോ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്താ ഭാനുമ്മേ, എന്ത് പരദൂഷണോ പിന്നാലെ വന്ന് ഓതി കൊടുക്കുന്നേ? ഞാനൊന്നും ഓതിക്കൊടുത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടിവെച്ച് പ്രശ്നം ഉണ്ടാക്കാനുള്ള ആഗ്രഹമോ അങ്ങനെ ഒരു ലക്ഷ്യമോ എനിക്കില്ല. അങ്ങനെയുള്ളവർക്ക് പലതും തോന്നിയെന്നിരിക്കും. അതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുന്നത് കണ്ട ഉടനെ അത് നിങ്ങളെ പറ്റിയാണെന്ന് ചിന്തിക്കുവോ? ഓ, നിങ്ങളെ രണ്ടുപേരെയും പറ്റി എനിക്ക് അറിയാത്തൊന്നും അല്ലല്ലോ.
സോനെ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്നെ വലിച്ചടിക്കുന്ന എന്തിനാ? ഞാൻ അതിന് നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഭാനുമ്മയോടല്ലേ സംസാരിക്കുന്നത്. അതിനിടെ നിങ്ങൾ എന്തിനാ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നേ? നിങ്ങൾ എന്നെ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അന്ന് തീർന്നതാ നിങ്ങളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും. ആ, സോനെ, നീ ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാലും അത് സത്യമാവാൻ പോകുന്നില്ല. അന്നിവിടെ എന്താ സംഭവിച്ചെന്ന് മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് നിനക്കും അത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ നിന്നെ ഇറക്കി വിട്ടെന്ന് നീ നുണ പറഞ്ഞു കഴിഞ്ഞാ അതിന്റെ പേരിൽ ഞാൻ ഒരിക്കലും വിഷമിക്കാൻ പോകുന്നില്ല. ഓ, ഒരു സത്യഭാമ. നിങ്ങളിപ്പോ ഈ വീട്ടിൽ നിൽക്കാൻ കാരണം ഞാനാ. ഞാൻ തന്ന ഭിക്ഷയാ ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം. അത് മറക്കണ്ട. എന്ത് ദൈവമേ. സോനെ, എന്ത് വർത്താനോ നീ പറയുന്നത്? മര്യാദയ്ക്ക് സംസാരിച്ചു പഠിച്ചില്ലെങ്കിൽ പറയുന്ന ഓരോ വാക്കിനും നീ അനുഭവിക്കേണ്ടി വരും. ഹ്, എത്ര കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാ എന്ത് ചെയ്യും? നിങ്ങളെന്താ എന്നെ പ്രാഗുവാണോ? ഓ, ഞാൻ പ്രാഗിതൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞതാ. കർമ്മഫലം അതാരാണേലും അനുഭവിച്ചേ പറ്റൂ. വെറുതെ നിന്ന് വഴക്കുണ്ടാക്കാൻ നോക്കാതെ നീ നിന്റെ മുറി പോ സോനെ. നീ എന്തിനാ കരയുന്നേ? അവള് പറഞ്ഞ കേട്ടില്ലേ ബാനോബെ? അവൾ എനിക്ക് തന്ന ഭിക്ഷയാണ് ഈ ജീവിതം എന്ന്. ഓ, അവൾ ഓരോ വട്ടു പറയുന്ന കേട്ട് കരയാൻ നിനക്ക് നാണമില്ലേ? അനു, അതല്ല ബാനോബെ, അമ്മ ഇന്ദ്രേട്ടനോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഇന്ദ്രേട്ടൻ അവരോടൊന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യാതെ എത്ര കാര്യമായിട്ടാ സംസാരിക്കുന്നത്. അതുപോലെ എന്നോടും പെരുമാറിയിരുന്നെങ്കിൽ സോനിയൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇന്ദ്രനെല്ലാം അറിയാനോ. നീ എന്താണെന്നും അവരെന്താണെന്നും ഇന്ദ്രന് ശരിക്കും അറിയാം. പക്ഷെ ഈ ബന്ധങ്ങളുടെ കുരുക്കിൽ കിടന്ന് ചില തെറ്റുകൾ വരുന്നതാ. അതൊക്കെ മാറുന്ന സമയം ഉടനെ ഉണ്ടാവും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. കരയാതെ മോളെ, കരയാതെ. യൂസഫൊക്കെ പണമായിട്ട് ഇത്ര പെട്ടെന്ന് എത്തി? ശബരിയല്ലേ? അതെ, ഞങ്ങള് യൂസഫൊക്കെ പറഞ്ഞിട്ട് വന്നതാ. ആണോ? അകത്ത് വരൂ. യൂസഫൊക്കെ പണം തന്ന അയച്ചതായിരിക്കുമല്ലേ? ഇക്ക ബാങ്കിൽ പോയിരിക്കുക. അവിടെ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട്. അതെല്ലാം ചെയ്ത് തീർത്തിട്ടേ ഇക്ക വരൂ. ആണോ? നിങ്ങൾ പണ്ട് അയച്ച ചരക്കിന്റെ ബില്ല് കയ്യിലില്ലേ? ഉണ്ടല്ലോ. അത് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് വരാനാണ് ഞങ്ങൾ അയച്ചത്. അത് ഞാൻ എടുത്തു തരാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. യൂസഫൊക്കെ പണമായിട്ട് ഇങ്ങോട്ട് വരും. ആ, വേഗം വരാൻ പറയണം. ഉച്ച കഴിയുമ്പോ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ട്രെയിൻ വൈകിട്ട് 5 മണിക്കാണെങ്കിലും എനിക്ക് 1-2 കടയിൽ കൂടി കയറാനുണ്ട്. ശരി, പറയാം. ആ, ഇനി അധികം താമസിക്കാതെ തന്നെ വന്നോളും. ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. ഓ ശരി. വാടാ. നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ ട്രാവൽസ് മെച്ചപ്പെടുന്നുണ്ടല്ലേ ഏട്ടാ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താ അതിന്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. 2-3 വണ്ടികൾ കൂടി എടുക്കുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ ഒരു എടുത്തിയാട്ടം വേണ്ട. പതിയെ ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എല്ലാ ഏട്ടന്റെ തീരുമാനം പോലെ മതി. ബിസിനസിനെ കുറിച്ച് എനിക്ക് ഏട്ടൻ പറഞ്ഞെന്ന് അറിവല്ലേ ഉള്ളൂ. ഇതാര്? ഭാനുമ്മയാ? ഇരിക്ക്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. ഏതായാലും ഇരിക്ക്. അല്ല, പ്രതിഭയ്ക്ക് ഭാനുമ്മ എവിടെ നിന്ന് കിട്ടി? ബാങ്കിൽ പോയിട്ട് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് കണ്ടതാ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ ഒന്നിച്ചു പോരാന്ന് കരുതി. ഭാനുമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ആകട്ടെ?
വേണ്ട മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മനോമേ? നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് സംസാരിക്കുന്നതല്ലേ നല്ലത്. വീട്ടിൽ വെച്ച് എങ്ങനെ സംസാരിക്കും? നിന്റെ അമ്മ അതിനു വല്ലതും സമ്മതിക്കോ? ഇന്ന് തന്നെ എന്താ ഉണ്ടായെന്ന് നിനക്കറിയാവോ? ആ പാവം അനുവിനോട് സോന എന്തൊക്കെയാ പറഞ്ഞത്? എന്താ മനോമേത്? ഇതൊക്കെ സാധാരണയല്ലേ? സാധാരണയോ? ഇതാണോ സാധാരണ? അനുവിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയത് നിന്റെ വീട്ടുകാരുടെയും പുണ്യമാ. പക്ഷേ അതിന്റെ വില മനസ്സിലാക്കാതെ ആ പാവത്തിനെ കഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഇന്ന് സോന പറയുന്നത് കേട്ട് എന്റെ കണ്ണു വരെ നിറഞ്ഞുപോയി. ഇന്ന് നിന്റെ പെങ്ങള് പറയുക അവള് കൊടുത്ത ഭിക്ഷയാണ് അനുവിന്റെ ജീവിതമെന്ന്. എടാ മഞ്ജു, നീ എന്താ ഇവിടെ? എടാ, നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്ന അപകട. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുവേ. ജയിലിൽ കിടക്കുന്നെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പേ നീയാ കിടക്കുന്നത്. നിനക്ക് നിന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിട്ടും എന്താ സംഭവിച്ചെന്നൊരു വാക്കെന്നെ വിളിച്ച് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ എന്റെ നമ്പര് നീ ബ്ലോക്ക് ചെയ്തില്ലേ? എടാ, ഞാൻ എങ്ങനെ നിന്റെ കോൾ എടുക്കും? ഞാനും നീയും പോലീസ് നിരീക്ഷണത്തിലാണെങ്കിൽ നമ്മൾ രണ്ടാളും കുടുങ്ങില്ലേ? കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതില് പോലീസിന് ഒരു റോളും ഇല്ല, അത് നിനക്കറിയാലോ. നീ എന്റെ ഫോൺ എടുക്കാതിരുന്നത് ഞാൻ നിനക്ക് തന്ന 10 ലക്ഷം രൂപ തിരിച്ചു ചോദിക്കുമെന്ന് കരുതിയല്ലേ? എടാ, ആ പണം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നവൻ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം ഞാൻ കമ്പനിയിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാ ചതിക്കപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെ നിന്റെ ഫോൺ എടുക്കും? നിന്റെ പണം ഞാൻ എങ്ങനെ തിരിച്ചു തരും? അല്ലെങ്കിലും ആ പണം ഞാൻ നിനക്ക് തിരിച്ചു തരേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞ് നിന്റെ കൈവിട്ട് പോയത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ, നിങ്ങളുടെ പിടിപ്പിടം ഉണ്ടല്ലേ. മഞ്ജുള, നിങ്ങൾ ഇവിടെ വന്ന് പണം ചോദിച്ച് ബഹളം വെച്ചാ കുഞ്ഞിനെ കാണാതായതിന്റെ പിറകില് നമ്മളായിരുന്നു എന്ന് എല്ലാവരും അറിയും. എന്റെ ജീവിതം താരും നിന്റെ. ഞങ്ങള് പണം ചോദിച്ചു വന്ന അല്ല വിനയ. പിന്നെ കുഞ്ഞിനെ തിരിച്ചു വയ്ക്കാനാണോ? അല്ല, കുഞ്ഞിനെ ഒന്ന് കാണാൻ. മഞ്ജുള, അതെങ്ങനെ നടക്കും? പേടിക്കണ്ട വിനയ. കുറച്ചു ദിവസം എന്റെ കുഞ്ഞായി ഞാൻ വളർത്തിയ ആർച്ചമോള് വിനയന്റെ ചീരന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ ഇപ്പൊ എനിക്കുണ്ട്. മഞ്ജുള, ഇവള് അതേടാ, ദൈവം സഹായിച്ച് അങ്ങനെ ഒരു മാറ്റം സൗമ്യക്കുണ്ടായി. താമസിയാതെ ഞങ്ങൾ ദുബായിക്ക് തിരിച്ചു പോകും. അതുവരെ ആർച്ചമോളെ ഒന്ന് കാണാനും അവളെ താലോലിക്കാനുമുള്ള ഒരു അവസരം നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാ മാത്രം മതി. അത് അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ മഞ്ജുള ഭാര്യ. അച്ഛാ, ചീരുനെയും കുട്ടിയും ഒന്ന് ഇങ്ങോട്ട് വരുമോ? നിങ്ങൾ വന്ന് ക്ഷണിക്കാത്തതുകൊണ്ട് മഞ്ജുളിനും ഭാര്യയ്ക്കും അകത്തേക്ക് വരാൻ ഒരു മടി. അതാ. ആരാച്ചത്? അന്ന് പ്രസവത്തിൽ ആ കുഞ്ഞു മരിച്ചു പോയില്ലേ, അവരത്. എടാ, വീട്ടുകാരുമായിട്ട് ഞാൻ ഉടക്കി ഇറക്കിയതാ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നിങ്ങൾ ഇവിടെ ഇന്ന് എന്റെ ഗസ്റ്റായിട്ട് ഇവിടെ നിൽക്ക്. ബാക്കി കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ബാ ബാ ബാ. നമസ്കാരം ബാലേട്ടാ.
നമസ്കാരം. ഇടയ്ക്ക് വൈഫിന്റെ നാട്ടിലേക്ക് പോയല്ലേ? അതെ, സ്വന്തം വീട്ടിൽ പോയ ശേഷമാ സൗമ്യ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടത്. ചീരു, സൗമ്യയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? ഇപ്പൊ സൗമ്യ ഓക്കെയാ? വരൂ, അകത്തേക്ക് വരൂ. വാ, അകത്തോട്ടിരിക്കാം. വാ വാ, കേറി വാ. വാ. കുഞ്ഞുങ്ങൾ ഉറക്കമാണോ ചീരു? ഉറക്കൊന്നുമല്ല, രണ്ടുപേരും തൊട്ടിൽ കിടന്ന് കളിക്കുക. അച്ഛാ, മഞ്ജുളിനും സൗമ്യയും ഇന്ന് നമ്മുടെ ഗസ്റ്റാണ്. രണ്ടുപേരും വീട്ടിലോട്ട് പൊക്കോളാന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് ഇവരെ വിടുന്ന പ്രശ്നമല്ല. അല്ല, ഇവരിവിടെ നിൽക്കുന്നേ സന്തോഷമുള്ളൂ. പക്ഷെ അധികം ദൂരത്തിലല്ലാതെ സ്വന്തം വീടുള്ളപ്പോ അല്ല നമ്മളെങ്ങനെയാ നിർബന്ധിക്ക? കുറച്ചു ദിവസമായിട്ട് വീട് പൂട്ടിയിട്ടിരിക്കല്ലേ, അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാതെ താമസിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. ഇന്ന് വീട് ക്ലീൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ അങ്ങോട്ട് മാറാം. എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ നിരസിക്കുന്നത്, അല്ലേ സൗമ്യ? വിനയന്റെയും ചീരുവിന്റെയും കുഞ്ഞുങ്ങളെ കാണാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കുന്നത് എനിക്ക് സന്തോഷം. ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. മഞ്ജുളം ലഗേജ് ഒക്കെ ഇറക്കിയിട്ട് വണ്ടി വേഗം അയക്കും. ഇന്ന് നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കുന്നു. വരൂ സൗമ്യ, നമുക്ക് വണ്ടിയിൽ നിന്ന് ബാഗ് എടുക്കാം. അല്ല, ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട വേണ്ട, അതിന് മാത്രമുള്ള ലഗേജ് ഒന്നുമില്ല. വാ സൗമ്യ. അച്ഛാ, ചിരു ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്നോടുള്ള ദേഷ്യമൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെക്ക്. നമ്മുടെ വീട്ടിലെ വഴക്കത്തിന് മറ്റുള്ളവരൊക്കെ അറിയിക്കുന്നത്. അവര് ബാഗ് എടുത്തോണ്ട് വരും. നിങ്ങൾ ഒന്ന് വരൂ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. സത്യം പറഞ്ഞ മഞ്ജുളിനെ കാണുമ്പോ ഞാൻ പുതിയൊരാളാ. പല കാര്യങ്ങളിലും എനിക്ക് തിരിച്ചറിവുണ്ടാവുന്നത് അവന്റെ സൗമ്യയുടെ ജീവിതം കാണുമ്പോഴാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെപ്പോഴും ഒരുമിച്ചുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവര് വന്നത് വീണ്ടും എന്റെ കണ്ണ് തുറപ്പിക്കാനാണെന്നാ. അതുകൊണ്ടെന്താ കാര്യം? അവര് നാളെ പോകുമ്പോ വീണ്ടും നിന്റെ കണ്ണടയില്ലേ? എന്താച്ചാ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ എന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാച്ചാ. ശരിയാവും, എല്ലാം ശരിയാവും. എന്തേ ചിരു, എനിക്ക് വേറെ സുഹൃത്തുക്കളൊന്നും ഇല്ലാന്നറിയാലോ. മഞ്ജുളിനെ സൗമ്യയും നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അവർക്ക് ഉച്ചക്ക് നല്ല സദ്യ നൽകാം. ഇടയ്ക്ക് ചിരുവിന് പോയി ദയെ കാണാം. ഓ, ആ ഔദാര്യം ഇതിന്റെ പേരിൽ എന്നോട് കാണിക്കണ്ട. എന്നോട് എന്ത് ചെയ്താലും ഈ വീട്ടിൽ വരുന്നവരോട് അതിന്റെ വിഷമം ഞാൻ കാണിക്കില്ല. വിനേട്ടന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഒരുക്കി തരാം. താങ്ക് യു ചിരു. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. വാ, നോക്കിക്കാതെ. ഇവരുടെ പോയി അവര് മക്കളുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. നോക്കിക്കേ, ഇവിടെ ഇവിടെ നോക്കിക്കേ. അയ്യോ, അയ്യോ, ചിരി കണ്ടില്ലേ? ഓ, സൗമ്യ ഇത് കണ്ടോ? ചിരു, നിനക്കൊന്നും തോന്നരുതേ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവർക്കൊരു കുഞ്ഞിനെ കിട്ടാത്തതിന്റെ വിഷമം നമ്മുടെ മക്കളെ താലോലിച്ച് തീർക്കുക. അതൊക്കെ എനിക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളെ കണ്ട കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യാത്തതായി മനുഷ്യരാരാ ഉള്ളേ? അതെ, അതെ, ഒരാളുണ്ട്. ഒരാൾക്ക് ഇതൊക്കെ കാണുമ്പോ വെപ്രാളം തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ.
ഇന്ന് മുഴുവനും ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം. അതിനെന്താ, ആർച്ചമോൾ ഇതുവരെ ആരുടെയും കയ്യിൽ ഇങ്ങനെ കരയാതിരുന്നിട്ടില്ല. സൗമ്യ മോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. മഞ്ജു, ചീരു നിങ്ങൾക്ക് സദ്യ ഒരുക്കാൻ വേണ്ടി പോവാ. അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിക്കോളാം കുഞ്ഞുങ്ങളെ.